വിശദമായി നോക്കാം. ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിന് കൂടുതൽ സമയം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി. വന്ദനയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിട്ടില്ല. ഹർജി നൽകിയത് മരിച്ചയാളുമായി ബന്ധമില്ലാത്തയാളാണെന്ന് ഹൈക്കോടതി. ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാരത്തിന് എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ എന്നും കോടതി ചോദിച്ചു. നഷ്ടപരിഹാര കേസിൽ ഇടപെടാനില്ലെന്നും കോടതി. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുവി, എന്തൊക്കെയാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറഞ്ഞത്? വിശദാംശങ്ങൾ. വന്ദനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രോട്ടോകോളിന് കൂടുതൽ സമയം നൽകാൻ സാധിക്കില്ല എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. വന്ദനയുടെ കുടുംബത്തിന് 1 കോടി ആവശ്യപ്പെട്ട ഹർജിയെ സർക്കാർ എതിർത്തിരുന്നു. മജിസ്ട്രേറ്റുമാർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക പ്രോട്ടോകോൾ ഇല്ല. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രോട്ടോകോളിന്റെ കരടുണ്ടാക്കി. വന്ദന വിഷയത്തിന് ശേഷം 3 ആക്രമണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഓരോ വിഭാഗത്തിനും പ്രത്യേക പ്രോട്ടോകോൾ എന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വ്യക്തിയുടെ സംരക്ഷണത്തേക്കാൾ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ നല്ല നടത്തിപ്പിനാണ് ആശുപത്രിയിൽ പോലീസ് ആളുകളെ കൊണ്ടുവരുന്നതിന് പ്രോട്ടോകോൾ വേണമെന്നും കോടതി ആവശ്യപ്പെടുന്നത് എന്നും കോടതി സർക്കാരിനോട് പറഞ്ഞു. ഏതായാലും പ്രോട്ടോകോളിന് കൂടുതൽ സമയം നൽകാൻ സാധിക്കില്ല, എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം തന്നെ വന്ദനയുടെ മാതാപിതാക്കൾ സർക്കാരിനെ സമീപിച്ചാൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസ് നിലനിൽക്കുമോ എന്ന് വാദിക്കേണ്ടി വരും എന്ന് അഭിഭാഷകൻ കോടതിയോട് പറയുകയും ചെയ്തു. ഏതായാലും ഡോക്ടർ വന്ദനയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഇതുവരെ സമീപിച്ചിട്ടില്ല. ഹർജി നൽകിയത് മറ്റേയാളുമായി ബന്ധമില്ലാത്തയാളാണെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിരിക്കുകയാണ്.